മണിയൂർ അട്ടക്കുണ്ട് പാലം ഭംഗിയായിട്ട് ഇതാകണം, വാഹന സൗകര്യം വേണം. ഞങ്ങൾക്ക് അതുകൊണ്ട് വേണം എൻ്റെ സ്ഥലം കൊടുക്കാം. മണിയൂർ ഫുള്ള് അപ്പുറത്ത് സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിലും ബാക്ക് എടുത്ത് കൊടുക്കണം. പിന്നെ മണിയൂർ റൂട്ടിൽ 12 മീറ്റർ ആകുന്നതാണ് റോഡ് ഏറ്റവും വലിയ കാരണം. മണിയൂർ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനം 12 മീറ്ററിൽ നിന്ന് 10 മീറ്റർ ആക്കി ചുരുക്കുമ്പോൾ ഗതാഗത സൗകര്യങ്ങൾ കുറയുമെന്ന് ആശങ്ക. വിശദമായ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണിയൂർ പഞ്ചായത്തിലെ ഒരു കാലത്ത് ഏറ്റവും പ്രതാപമേറിയ ഒരു കച്ചവട കേന്ദ്രമായിട്ടുള്ള മണിയൂർ തെരുവിലാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ മണിയൂർ തെരുവിൻ്റെ അവസ്ഥ. വികസനം എത്തിനോക്കാതെ റോഡ് വികസനം വലിയ പ്രതിസന്ധിയായി മാറിയതോടുകൂടി മണിയൂർ തെരുവിലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മണിയൂരിൻ്റെ റോഡ് വികസനത്തിനുള്ള മുറവിളിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 2010 ഡിസംബർ മാസം 4-ാം തീയതി മണിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ LDF ഭരണസമിതി എടുത്ത ഒരു പ്രമേയം തീരുമാനത്തിലൂടെ ഐകകണ്ഠേന പാസാക്കിയ ഒരു തീരുമാനത്തിലൂടെയാണ് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് മണിയൂരിൻ്റെ റോഡ് വികസനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആദ്യ തീരുമാനം വന്നിട്ടുള്ളത്. ഇതിനുശേഷം 2013 ശ്രീമാൻ ഉമ്മൻചാണ്ടി 2 കോടി രൂപ അനുവദിച്ചതോടുകൂടിയാണ് ഇതിന് അനക്കം വെക്കാൻ തുടങ്ങിയത്. അന്നത്തെ MLA ആയിട്ടുള്ള KK ലതിക MLA ആണ് മണിയൂരിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ഒരു വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ടുള്ള ULCCS ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ 7,60,000-ലധികം രൂപ കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി നടത്തിയത്. മണിയൂരിലെ ഈ റോഡ് വികസനത്തിന് ചെങ്കുത്തായ കയറ്റിറക്കങ്ങളും 55ഓളം വളവുകളും അതുതന്നെ SL വളവുകൾ ഉൾപ്പെടെയുള്ള വളവുകൾ നിവർത്തുകൊണ്ട് മണിയൂരിന് ഒരു നല്ല റോഡ് വികസനം ഉണ്ടാവണമെങ്കിൽ 12 മീറ്ററുള്ള റോഡ് വേണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ULCCS എടുത്തിട്ടുള്ളത്. വളവുകളിൽ 15 മീറ്ററും. ഇത്തരത്തിലേക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിക്കുകയും അനുമതി ലഭിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ പ്രൊജക്റ്റിന് ജീവൻ വെക്കുന്നത്. KK ലതിക MLA കാലത്ത് ദൗർഭാഗ്യവശാൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വന്നത് പാറക്കൽ അബ്ദുള്ള MLA ആണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട 6-1 നോട്ടിഫിക്കേഷൻ, 4-1 നോട്ടിഫിക്കേഷൻ, വിദഗ്ധ സമിതി, അതേപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് നൂലാമാലങ്ങളുടെ വർഷങ്ങൾ എടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചു. ഏറ്റവും അവസാനം 90% എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ 2021 ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സർക്കാർ 12 മീറ്ററിൽ ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിക്കൊണ്ട് വികസിപ്പിക്കുന്നതിനുള്ള അന്തിമ നടപടികൾ പൂർത്തിയാക്കിയാണ് പാറക്കൽ പടിയിറങ്ങുന്നത്. പിന്നീട് വന്ന നിയമസഭാ ഇലക്ഷനകത്ത് ഇവിടെ ശ്രീമാൻ കുഞ്ഞമ്മദൂട്ടി മാസ്റ്ററാണ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സമയത്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും റോഡ് വികസനത്തിന് വേണ്ടി ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നതാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് 2023 എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് രണ്ടാം പിണറായി ഗവൺമെൻറ് ശ്രീമാൻ കുഞ്ഞമ്മദൂട്ടി മാസ്റ്ററുടെ സമയത്ത് തന്നെ ഇതിൻ്റെ 11-1 നോട്ടിഫിക്കേഷൻ, ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഏറ്റവും അവസാന ഘട്ടം എന്നുള്ള നിലയിലേക്കുള്ള ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കുകയായിരുന്നു. ആ ഗസറ്റ് വിജ്ഞാപനത്തോടുകൂടി മണിയൂരിലെ റോഡ് ഏതാണ്ട് സാധ്യമായി എന്ന ആശ്വാസത്തിലായിരുന്നു മണിയൂരിലെ ജനങ്ങൾ. പക്ഷെ നിർഭാഗ്യവശാൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഈ റോഡിന്റെ വികസന പ്രവർത്തനങ്ങളാകെ അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. പരാതി പറഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതായത് ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 മുതൽ 15 വരെ മീറ്റർ എന്നതിനപ്പുറത്തേക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കൂടുതലായി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു എന്ന പരാതി വരികയും അന്ന് പാർക്കലിൻ്റെ കാലത്ത് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ച് കറക്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കുകയും അതിനാവശ്യമായ നടപടികൾ നടന്നുമാണ്. പക്ഷേ ആർക്കൊക്കെ പരാതിയുണ്ടോ ആ പരാതികൾ മുഴുവൻ എഴുതി നൽകാൻ വേണ്ടിയിട്ട് MLA ഒരു പത്രപരസ്യം നൽകുകയും ഈ പരാതികളാകെ എഴുതി വാങ്ങിച്ചുകൊണ്ട്, അത് ഏറ്റവും രസകരമായ കാര്യം, ഇത്തരം പരാതി വാങ്ങുന്നതിന് മണിയൂർ പഞ്ചായത്ത് ഓഫീസ് ഞായറാഴ്ച ഉൾപ്പെടെ തുറന്നു വെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്താണ് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് പരമാവധി പരാതി വാങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 721 ഭൂ ഉടമകളാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഭൂമി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയാവുന്ന ആളുകളായിട്ടുള്ളത്. അതിനകത്ത് 600-ലധികം ആളുകൾ ഈ റോഡ് വികസനത്തിന് 12 മീറ്റർ റോഡ് വികസനത്തിന് അനുകൂലമാണ്. ഒരു
പരാതി നൽകിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് 200 ചില്ലാനുണ്ടെങ്കിലും പലരും പരാതി നിർബന്ധത്തിന് വഴങ്ങി ഒപ്പിട്ട് കൊടുത്ത ആളുകളൊക്കെയാണ്. ജെന്യൂനായിട്ടുള്ള പരാതികൾ 100-ൽ താഴെ മാത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ നാട്ടേണ്ട അതിർത്തിക്കല്ലുകൾ എന്ന് പറയുന്നത് 940 അതിർത്തിക്കല്ലുകളാണ്. അതിൽ 746 അതിർത്തിക്കല്ലുകൾ നേരത്തെ തന്നെ നാട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടകരം എന്ന് പറയട്ടെ, 10 മീറ്ററിൽ യാതൊരു ഉത്തരവും സർക്കാർ ഇറക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അതിർത്തിക്കല്ലുകൾ മുഴുവൻ പിഴുതു മാറ്റിയിട്ട് 10 മീറ്ററിലേക്ക് നിയമവിരുദ്ധമായി സ്ഥാപിക്കുന്ന നടപടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും MLA-യുടെയും നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഒരു 10 വർഷത്തിലധികം എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ ഉത്തരവുകളെയും ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ റദ്ദ് ചെയ്യുകയും 10 മീറ്ററിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 11-1 നോട്ടിഫിക്കേഷൻ പുതുതായിട്ട് പുറത്തിറക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് മണിയൂരുകാരുടെ ചിരകാല സ്വപ്നങ്ങളുടെ ചിറകരിയുന്ന രൂപത്തിലേക്ക് പുതിയ ഉത്തരവ് മാറിയിട്ടുള്ളത്. ഇത് നിയമവിരുദ്ധമാണ്. കാരണം ഇതിന് അടിസ്ഥാനമായി ഇവർ പറയുന്നത് മണിയൂരിലെ ട്രാഫിക് സാന്ദ്രത വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് ശുദ്ധ അസംബന്ധമാണ്, പച്ചക്കള്ളമാണ്. നിയമപരമായി നേരത്തെ ഇവിടെ ഒരു വാഹന സാന്ദ്രതാ പഠനം നടത്തിയ ശേഷമാണ് ഇത്തരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ നടത്തിയ ട്രാഫിക് സാന്ദ്രതാ പഠനത്തിനകത്ത് പ്രൊജക്റ്റഡ് ട്രാഫിക് വോളിയം 6000-ന് മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ 12 മീറ്റർ റോഡ് വേണം എന്നുള്ളതാണ് അതിന്റെ നിയമം അനുശാസിക്കുന്നത്. 5000-നും 8000-നും ഇടയിലുള്ള PCU ആണെങ്കിൽ 12 മീറ്ററിലെ റോഡ് വേണം. പക്ഷേ ഇവിടെ DPR കൊടുക്കുന്ന സമയത്ത് 10 മീറ്ററിലാണ് കൊടുത്തതെന്നൊരു സാങ്കേതിക കാരണം പറഞ്ഞു. അതിനകത്ത് കിഫ്ബി PWD ആവശ്യപ്പെട്ടത് ഇവിടെ വാഹന സാന്ദ്രതാ പഠന പ്രകാരം 12 മീറ്ററിലുള്ള DPR വേണം. തന്നിരിക്കുന്നത് 10 മീറ്ററിലാണ്. ഒന്നുകിൽ ഇത് റിവൈസ് ചെയ്ത് തരണം, അല്ലെങ്കിൽ പുതിയ സാന്ദ്രതാ പഠനം നടത്തണമെന്നുള്ളതാണ്. MLA ഇവിടുത്തെ പരാതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് റിവൈസ് ചെയ്ത് നൽകുന്നതിന് പകരം പുതിയ വാഹന സാന്ദ്രതാ പഠനം നടത്തുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് ഏറ്റവും വലിയ കള്ളക്കളി നടക്കുന്നത്. പുതിയ ട്രാഫിക് സാന്ദ്രതാ പഠനത്തിനകത്ത് ട്രാഫിക് പ്രൊജക്റ്റഡ് വോളിയം 6000-ന് മുകളിലാണ്. പക്ഷെ 40% വെട്ടിച്ചുരുക്കുന്നു. അതിന് കാരണം പറയുന്നത് മൂരാട് പാലം ബ്ലോക്ക് ചെയ്ത സമയത്ത്, പണി നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഹൈവേയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഇതുവഴി വന്നു എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. പക്ഷേ വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് ഈ പഠനം നടത്തുന്നതിന്റെ 1 മാസം മുമ്പെയാണ് ഇത്തരത്തിലേക്ക് ഡൈവേർഷൻ നടത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി ആധികാരികമായ രേഖകളുണ്ട്. രണ്ടാമതൊരു കാര്യം, നാഷണൽ ഹൈവേയിലെ വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുകയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ട്രാഫിക് വോളിയത്തിന്റെ 1000 ഇരട്ടിയെങ്കിലും കൂടുതലുണ്ടാവും. അത്തരത്തിലില്ല. നേരത്തെയുള്ള ട്രാഫിക് പഠനവും ഇപ്പോഴത്തെ ട്രാഫിക് പഠനവും പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലേക്ക് ഒരു പച്ചക്കള്ളം എഴുതി പിടിപ്പിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി 40% കട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് റോഡ് പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. ഏറ്റവും രസകരമായ കാര്യം, നാഷണൽ ഹൈവേയിലെ വാഹനങ്ങൾ മണിയൂർ വഴി തിരിച്ചുവിട്ടു എന്ന് തന്നെ വിചാരിക്കാം. അത്തരം ഒരു ദിവസത്തിലാണോ ഇത്തരം ഒരു പഠനം നടത്തേണ്ടത് എന്നതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം അതിർത്തിക്കല്ലുകൾ മാറ്റി സ്ഥാപിച്ചു, ഒരു ഉത്തരവുമില്ലാതെ എന്നത് റോഡ് അട്ടിമറിക്കാൻ നേരത്തെ തന്നെ MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. നിയമപരമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ഏതറ്റം വരെയും പോയിക്കൊണ്ട് മണിയൂരിന്റെ വികസനം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം പറയും. ചെയ്യുന്നത് 10 മീറ്ററുള്ള റോഡിൽ ഇപ്പോൾ തന്നെ പലയിടത്തും 8 മീറ്റർ 9 മീറ്റർ ഒക്കെ ഇപ്പം ഉണ്ട്. അത് വീണ്ടും കുറയുകയും റോഡ് സഞ്ചാരയോഗ്യം അല്ലാണ്ട് വരികയും ചെയ്യും. 10 മീറ്ററിലേക്ക് വികസിപ്പിച്ചാൽ നടന്നു പോകുമ്പോഴും വഴി ഉണ്ടാവില്ല. ആളുകൾക്ക് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരിക്കും ഈ സംവിധാനം ഉണ്ടാവുക. അതുകൊണ്ട് 12 മീറ്ററിൽ തന്നെ മണിയൂർ കുട്ടോത്തട്ടക്കുണ്ട് കടവ് റോഡ് വികസിപ്പിക്കുകയും അതിനുവേണ്ട പ്രവർത്തനം നടത്തുകയും ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ തൊഴിലാളി വർഗ്ഗങ്ങളും അതോടെ വിദ്യാർത്ഥി സമൂഹങ്ങളും ഇന്ന് അനുഭവിക്കുന്ന യാത്രാപ്രശ്നം, രൂക്ഷമായ യാത്രാപ്രശ്നം 10-15 വർഷമായിട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതാണ്. ഇന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥ, ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കും തൊഴിലാളി വർഗത്തിനും എത്രയോ മണിക്കൂറുകൾ നമ്മൾ കൂടുതലായിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. അതുപോലെ ഈ യാത്രാ ചെലവ് വർദ്ധിക്കുന്നു, സമയം നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നമ്മൾ ഇന്നും കാണുന്ന ദുരവസ്ഥ, വടകര ബസ് സ്റ്റാൻഡിൽ പോയ കുട്ടികൾ അനുഭവിക്കുന്ന ദുരവസ്ഥ നമ്മളെ ഏറ്റവും ഒരു കാര്യം ലജ്ജിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. മണിയൂര് അട്ടക്കുണ്ട് റോഡിൻ്റെ ശോചനീയ അവസ്ഥ വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും ഇവരെ ഈ പ്രവർത്തനം, ഈ സ്പോട്ട് കേരളയിലെ നല്ല പ്രവർത്തനം, അതായത് നമ്മളെ ശോചനീയാവസ്ഥ കണ്ട് ജനങ്ങളിലേക്കും ബന്ധപ്പെട്ട അധികാരികളിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം
വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. ാൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലേ? 12 മീറ്റർ ആക്കുന്ന സമയത്ത് എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതും കൂടെ ചിന്തിക്കണ്ടേ? 10 മീറ്ററിനാ നല്ലത്.